ചേട്ടാ, ഫാദർ ഓഫ് ദ അറ്റോമിക് ബോംബ്, അതായത് അണുബോംബിന്റെ പിതാവ് ആരാണെന്ന് പറയാമോ? ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി. ഡോക്ടർ ഹൈസൻബർഗ്. അതായത് ഈ വോൾഡിലെ പറഞ്ഞാൽ മതി. വോൾഡിലെ പറഞ്ഞാൽ മതി. വോൾഡിലെ, അതായത് ഏറ്റവും വലിയ ആള്, അതായത് ആദ്യമായി കണ്ടുപിടിച്ച ആള് ലോകത്ത്. അറിയില്ല. പറയാമോ? ചേട്ടാ, മഹാത്മാഗാന്ധിയുടെ മുഴുവൻ പേരെന്തായിരുന്നു? ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി. പറയട്ടെ, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. പേര് പറയാം. അല്ല, പറഞ്ഞോ. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അല്ല, നിങ്ങൾ പറ. പേരെന്തുവാ? ഷിബിൻ. പേര് ആദിത്യ. ഫാദർ ഓഫ് ദ അറ്റോമിക് ബോംബ്, അതായത് അണുബോംബിന്റെ പിതാവ് ആരാന്ന് പറയാം. ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി. പറയാം. അണുബോംബിന്റെ പിതാവ് ആരാണ് ഈ ലോകത്തിലെ, വോൾഡിലെ? അറിയത്തില്ല. എന്തുവാ പേര്? ഫാദർ ഓഫ് ദ അറ്റോമിക് ബോംബ്, അതായത് അണുബോംബിന്റെ പിതാവ് ആരാണെന്നൊന്ന് പറയാമോ? ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി. പറയാമോ? അറിയില്ല. മോൻ അറിയാമോ? പറയാമോ? അറിയില്ല. എൻ്റെ പേരെന്തുവാ? പേരെന്തുവാ? ഗൗതം. ഫാദർ ഓഫ് ദ അറ്റോമിക് ബോംബ്, അതായത് അണുബോംബിന്റെ പിതാവ് ആരാണ് ഈ വോൾഡിലെ? പറഞ്ഞാൽ മതി. ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി. പറയാമോ? ഓപ്പൺഹൈമർ. പേരെന്തുവാ? പേര്? ഫാദർ ഓഫ് ദ അറ്റോമിക് ബോംബ്, അതായത് അണുബോംബിന്റെ പിതാവ് ആരാണ്, അതായത് വോൾഡിലെ? ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി. ചേട്ടാ, പറയാമോ? പറഞ്ഞോളൂ. ചേട്ടാ, പറയാമോ? പറഞ്ഞോളൂ. പറയാമോ? ഹിറ്റ്ലർ അല്ല, ഓട്ടോഹാൻ. പറയാമോ? ഓക്കെ. പേരെന്തുവാ? നന്ദൻ. ഫാദർ ഓഫ് ദ അറ്റോമിക് ബോംബ്, അതായത് അണുബോംബിന്റെ പിതാവ് ആരാണെന്ന് പറയാമോ? ഞാൻ വേണമെങ്കിൽ ക്ലൂ തരാം. ഈ അടുത്ത കാലത്ത് ഒരു ഹോളിവുഡ് സിനിമ ഇറങ്ങിയായിരുന്നു. ആ സിനിമയ്ക്ക് ഒരു ഓസ്കാർ അവാർഡ് കിട്ടിയായിരുന്നു. ആ സിനിമയുടെ പേര് ഇദ്ദേഹത്തിൻ്റെ ഒരു പേരും കൂടിയാണ്. അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയും കൂടിയാണ്, വമ്പൻ വിജയം കൂടിയായിരുന്നു. പറയാമോ? അറിയത്തില്ല. കേരള പേരെന്തുവാ? ശരൺ. പേര്? കൃഷ്ണ. ഫാദർ ഓഫ് ദ അറ്റോമിക് ബോംബ്, അതായത് അണുബോംബിന്റെ പിതാവ് ആരാണ് ഈ വോൾഡിലെ? ചേച്ചി പറയാമോ? അറിയത്തില്ല. പേരെന്തുവാ? ഹരി. ഫാദർ ഓഫ് ദ അറ്റോമിക് ബോംബ്, അതായത് അണുബോംബിന്റെ പിതാവ് ആരാണ്? ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി. ചേച്ചി പറയാം. ചേട്ടാ, പറയാമോ? റോബർട്ട്. പറഞ്ഞോ. ഓക്കെ. ചേച്ചി പറയാമോ? മോനെ പറയാമോ? ചേട്ടാ, പേരെന്തുവാ? അജു. പേരെന്തുവാ മോൻ്റെ? ആര്? ചേച്ചി അറിയാം? രമ്യ. ഫാദർ ഓഫ് ദ അറ്റോമിക് ബോംബ്, അതായത് അണുബോംബിന്റെ പിതാവ് ആരാണ് ഈ വോൾഡിലെ? ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞാൽ മതിയേ. പറയാ. അറിയത്തില്ല. പേരെന്തുവാ? പേര്? നിരഞ്ജൻ. ഫാദർ ഓഫ് ദ അറ്റോമിക് ബോംബ്, അതായത് അണുബോംബിന്റെ പിതാവ് ആരാണ്? ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി. ഈ ലോകത്തിലെ, വോൾഡിലെ പറഞ്ഞാൽ മതി കേട്ടോ. പേരെന്തുവാ? അനന്ത്. ഫാദർ ഓഫ് ദ അറ്റോമിക് ബോംബ്, അതായത് അണുബോംബിന്റെ പിതാവ് ആരാണ് ഈ വോൾഡിലെ? ഞാൻ ചെറിയൊരു ക്ലൂ തരാം. ഈ അടുത്ത കാലത്ത് ഒരു ഹോളിവുഡ് സിനിമ ഇറങ്ങിയായിരുന്നു. ആ സിനിമയുടെ പേര് ഇദ്ദേഹത്തിൻ്റെ പേരാണ്. ആ സിനിമയ്ക്ക് ഒരു ഓസ്കാർ അവാർഡ് കിട്ടിയായിരുന്നു. ചേച്ചിക്ക് അറിയാം. ചേച്ചി പറഞ്ഞോളൂ. പറഞ്ഞോ. പറയാം. ചേച്ചി പറയാം. ചേട്ടാ, ചേട്ടാ, പേരെന്തുവാ? രാജേഷ്. ചേച്ചിയുടെ പേരെന്തുവാ? സരിത. പ്രാർത്ഥന. ഭരണഘടനയുടെ പ്രധാന ശില്പി ആരാണ്? ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി. ഡോക്ടർ അംബേദ്കർ. പറഞ്ഞോളൂ. ഡോക്ടർ പി ആർ അംബേദ്കർ. ഫാദർ ഓഫ് ദ അറ്റോമിക് ബോംബ്, അതായത് അണുബോംബിന്റെ പിതാവ് ആരാണ്? അതായത് ഈ വോൾഡിലെ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ചെറിയ ക്ലൂ തരാം. ഈ അടുത്ത കാലത്ത് ഒരു ഹോളിവുഡ് സിനിമ ഇറങ്ങിയായിരുന്നു. ആ സിനിമയുടെ പേര് ഇദ്ദേഹത്തിൻ്റെ പേരാണ്.
ആ സിനിമയ്ക്ക് ഒരു ഓസ്കാർ അവാർഡ് കിട്ടിയായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയും കൂടിയായിരുന്നു. ഏതാണെന്ന് പറയാമോ ചേട്ടാ? പറയാമോ? അറിയത്തില്ല. മഞ്ഞുമൽ ബോയ്സ്. എൻ്റെ പേരെന്തുവാ? ഫാദർ ഓഫ് ദ അറ്റോമിക് ബോംബ്, അതായത് അണുബോംബിൻ്റെ പിതാവ് ആരാണ് ഈ വേൾഡിൻ്റെ? പറയാം. ക്ലൂ വേണോ? ഈ അടുത്ത കാലത്ത് ഒരു ഹോളിവുഡ് സിനിമ ഇറങ്ങിയായിരുന്നു. ആ സിനിമയുടെ പേര് ഇദ്ദേഹത്തിൻ്റെ പേരാണ്. ആ സിനിമയ്ക്ക് ഒരു ഓസ്കാർ അവാർഡ് കിട്ടിയായിരുന്നു. എല്ലാവരും അറിഞ്ഞൊരു കാര്യം കൂടിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമുള്ള സിനിമയാണ്. എല്ലാവരും കണ്ട സിനിമയും കൂടിയായിരുന്നു. പറയാമോ? മോൻ പറയാമോ? ആ പറ. ആ ഓപ്പൺ. എൻ്റെ മോൻ്റെ പേരെന്തുവാ? അഭിമന്യു. പേരെന്തുവാ? ദീപ. ഫാദർ ഓഫ് ദ അറ്റോമിക് ബോംബ്, അതായത് അണുബോംബിൻ്റെ പിതാവ് ആരാണ്? അതായത് ഈ വേൾഡിൻ്റെ. പറയാമോ? APJ അബ്ദുൽ കലാം അല്ലേ? അതായത് APJ അബ്ദുൽ കലാം. ഇതായത് ഈ അടുത്ത കാലത്ത് ഒരു ഹോളിവുഡ് സിനിമ ഇറങ്ങിയായിരുന്നു. ആ സിനിമയുടെ പേര് ഇദ്ദേഹത്തിൻ്റെ പേരായിരുന്നു. ആ സിനിമയ്ക്ക് ഒരു ഓസ്കാർ അവാർഡ് കിട്ടി. എല്ലാവരും അറിഞ്ഞൊരു കാര്യം തന്നെയാണ്. എല്ലാവരും കണ്ടിട്ടുള്ള സിനിമയും കൂടിയാണ്. ഹോളിവുഡ് സിനിമ എന്ന് പറഞ്ഞാൽ പറ. എനിക്കറിയില്ല. അറിയത്തില്ല അണ്ണാ. അറിയത്തില്ല. പറ. എന്താ പേരെന്തുവാ? എൻ്റെ ശ്രീഹരി. ശ്രീഹരി. പേര് പറയാമോ? അഭിഷേക്. ആ പേരൊന്ന് പറയാമോ? അനാമിക. അഭിജിത്ത്. ആ പേരെന്ന് പറഞ്ഞേ? അഖില്. മഹാത്മാഗാന്ധിയുടെ മുഴുവൻ പേരെന്താണ്? ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. പറ. കരംചന്ദ് ഗാന്ധി. ആ പേര് പറ. പറ. പേരെന്തുവാ? അഭിഷേക്. ശ്രീഹരി. അനാമിക. ഫാദർ ഓഫ് ദ അറ്റോമിക് ബോംബ്, അതായത് അണുബോംബിൻ്റെ പിതാവ് ആരാണ് ഈ വേൾഡിൻ്റെ? ക്ലൂ വേണോ? ഈ അടുത്ത കാലത്ത് ഒരു ഹോളിവുഡ് സിനിമ ഇറങ്ങിയായിരുന്നു. ആ സിനിമയുടെ പേര് ഇദ്ദേഹത്തിൻ്റെ പേരും കൂടിയാണ്. ആ സിനിമയ്ക്ക് ഒരു ഓസ്കാർ അവാർഡും കിട്ടിയായിരുന്നു. എല്ലാവരും അറിയാൻ തുടങ്ങി. പറയാമോ? ഏകദേശം അത് വരും. അതായത് APJ അബ്ദുൽ കലാം. അതായത് APJ അബ്ദുൽ കലാം. മോനെ പറയാമോ? മോനറിയില്ല. അത് കുഴപ്പമില്ല. അതായത് APJ അബ്ദുൽ കലാം. പേരെന്തുവാ? ആദിദേവ്. അപ്പൊ കണ്ണപ്പൻ. വീട്ടിൽ വിളിക്കുന്നവർ കണ്ണപ്പൻ. കിഷോർ. വീട്ടിൽ വിളിക്കുന്നവർ അരവിന്ദ്. അപ്പൊ ചേട്ടൻ്റെ വീട്ടിൽ വിളിക്കുന്നവര് അപ്പു. ഉണ്ണി. വീട്ടിൽ വിളിക്കുന്നവര്. ഓക്കെ. മഹാത്മാഗാന്ധിയുടെ ഫുൾ നെയിം എന്താണ്? അതായത് മുഴുവൻ നെയിം. ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അടിച്ചിട്ടില്ലടാ, പറയണോ? പേരെന്താ ചേട്ടാ? പേര് കണ്ണൻ. ചേട്ടാ പേരെങ്കിലും ഒന്ന് പറയാമോ? എൻ്റെ കിഷോർ. ഫാദർ ഓഫ് ദ അറ്റോമിക് ബോംബ്, അതായത് അണുബോംബിൻ്റെ പിതാവ് ആരാണ് ഈ വേൾഡിൻ്റെ? ചേട്ടൻ പറയോ? മോനെ പറയാമോ? മോള് പറയാമോ? അണുബോംബിൻ്റെ പിതാവ് ആരാണ്, അതായത് വേൾഡിൻ്റെ? ചേച്ചി പറയാവാ? മോള് പറയാ? ആ പറഞ്ഞോ. ആ പറഞ്ഞു. ആ ബോൾട്ട് എങ്ങനെന്നാണ്? ചേട്ടാ പേരെന്തുവാ? പേരെന്തോ ചേട്ടൻ്റെ? പേരെന്തോ മോൻ്റെ? പേര് ആദിത്യൻ. ഫാദർ ഓഫ് ദ അറ്റോമിക് ബോംബ്, അതായത് അണുബോംബിൻ്റെ പിതാവ് ആരാണ്? അതായത് ഈ വേൾഡിൻ്റെ പറഞ്ഞാൽ മതിയേ. പിന്നെ അതിന് ക്ലൂ വേണോ?
ഈ അടുത്ത കാലത്ത് ഒരു ഹോളിവുഡ് സിനിമ ഇറങ്ങിയായിരുന്നു. ആ സിനിമയുടെ പേര് ഇദ്ദേഹത്തിൻ്റെ പേരാണ്. ആ സിനിമയ്ക്ക് ഒരു ഓസ്കാർ അവാർഡ് കിട്ടിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയും കൂടിയായിരുന്നു. പറയാമോ ചേട്ടാ? മോളെ പറയാമോ? ചേച്ചി പറയാമോ? ചേട്ടാ പേരെന്തുവാ? ഹരീഷ്. മോളുടെ പേരെന്തുവാ? ഫാദർ ഓഫ് ദ അറ്റോമിക് ബോംബ്, അതായത് അണുബോംബിന്റെ പിതാവ് ആരാണ്? ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി. ജോ റോബർട്ട് ഓപ്പൻഹൈമർ. ജോ റോബർട്ട് ഓപ്പൻഹൈമർ. എന്താ പേരെന്തുവാ? ഷംഷാദ്. പേര് നഹാസ്. ഫാദർ ഓഫ് ദ അറ്റോമിക് ബോംബ്, അതായത് അണുബോംബിന്റെ പിതാവ് ആരാണ് ഈ വേൾഡിന്റെ? ഞാൻ ക്ലൂ തരട്ടെ. ഈ അടുത്ത കാലത്ത് ഒരു ഹോളിവുഡ് സിനിമ ഇറങ്ങിയായിരുന്നു. ആ സിനിമയുടെ പേര് ഇദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ്. ആ സിനിമയ്ക്ക് ഒരു ഓസ്കാർ അവാർഡ് കിട്ടിയായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയും കൂടിയാണ്. പറയാമോ? ആൽഫ്രഡ് നോബൽ. എന്താ പേരെന്തുവാ? ആ ചേച്ചി ഗീത. മഹാത്മാഗാന്ധിയുടെ ഫുൾ നെയിം എന്താണ്? ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി. പേരെന്തുവാ? പേര് ഗീത. ഫാദർ ഓഫ് ദ അറ്റോമിക് ബോംബ്, അതായത് അണുബോംബിന്റെ പിതാവ് ആരാണ് ഈ വേൾഡിന്റെ? ക്ലൂ വേണോ? ഓപ്പൻഹൈമർ. പറഞ്ഞോ. വരട്ടെ. ഓപ്പൻഹൈമർ. പേരെന്തുവാ? ജെറി. ഫാദർ ഓഫ് ദ അറ്റോമിക് ബോംബ്, അതായത് അണുബോംബിന്റെ പിതാവ് ആരാണ് ഈ വേൾഡിന്റെ? ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി. ഒരു ക്ലൂ തരട്ടെ. ഈ അടുത്ത കാലത്ത് ഒരു ഹോളിവുഡ് സിനിമ ഇറങ്ങിയായിരുന്നു. ആ സിനിമയുടെ പേര് ഇദ്ദേഹത്തിൻ്റെ പേരുമായിരുന്നു. ആ സിനിമയ്ക്ക് ഒരു ഓസ്കാർ അവാർഡും കിട്ടിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ആ സിനിമയുടെ പേര്. പറയാമോ? അറിയില്ല. അതായത് APJ അബ്ദുൽ കലാം. അറിയില്ല. പേരെന്തുവാ? ആനന്ദു. അനുഗ്രഹ. മഹാത്മാഗാന്ധിയുടെ ഫുൾ നെയിം എന്താണ്? ഞാൻ ചോദിക്കുന്നത് പറഞ്ഞാൽ മതി. അറിയില്ല. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ചേച്ചി പേരെന്തുവാ? പേര് വിപിൻ. ഫാദർ ഓഫ് ദ അറ്റോമിക് ബോംബ്, അതായത് അണുബോംബിന്റെ പിതാവ് ആരാണ് ഈ വേൾഡിന്റെ? പറ. പേരെന്തുവാ? ഇഷാൻ. പേര്? ഫാദർ ഓഫ് ദ അറ്റോമിക് ബോംബ്, അതായത് അണുബോംബിന്റെ പിതാവ് ആരാണ്? അറിയില്ല. പേരെന്തുവാ? ഫാദർ ഓഫ് ദ അറ്റോമിക് ബോംബ്, അതായത് അണുബോംബിന്റെ പിതാവ് ആരാണ് ഈ വേൾഡിന്റെ? ഈ ലോകത്തിലെ ആദ്യമായി കണ്ടുപിടിച്ച ആരാണ്? ഞാൻ ക്ലൂ വേണോ? ഈ അടുത്ത കാലത്ത് ഒരു ഹോളിവുഡ് സിനിമ ഇറങ്ങിയായിരുന്നു. ആ സിനിമയുടെ പേര് ഇദ്ദേഹത്തിൻ്റെ പേരാണ്. ആ സിനിമയ്ക്ക് ഒരു ഓസ്കാർ അവാർഡ് കിട്ടിയാണ്. എല്ലാവരും അറിയുകയും ചെയ്ത്. നല്ല സിനിമയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയും കൂടിയായിരുന്നു. പറയാമോ? അത്രയും ഞാൻ പറഞ്ഞില്ലേ. അറിയത്തില്ല. ചേച്ചി പറയാം. അറിയത്തില്ല. ചേട്ടാ പേരെന്തുവാ? ചേച്ചിയുടെയോ? മഹാത്മാഗാന്ധിയുടെ ഫുൾ നെയിം എന്താണ്? ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി. ഫുൾ നെയിം പറ. പറ. ഓക്കെ. പേരെന്തുവാ? ഫാദർ ഓഫ് ദ അറ്റോമിക് ബോംബ്, അതായത് അണുബോംബിന്റെ പിതാവ് ആരാണ്? ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി. ഫാദർ ഓഫ് ദ അറ്റോമിക് ബോംബ്, അതായത് അണുബോംബിന്റെ പിതാവ് ആരായത് ഈ വേൾഡിന്റെ? അത് കണ്ടുപിടിച്ചത് ആരാണ്? അറിയത്തില്ല. പേരെന്തുവാ? ചേട്ടാ ഫാദർ ഓഫ് ദ അറ്റോമിക് ബോംബ്, അതായത് അണുബോംബിന്റെ പിതാവ് ആരാണ് ഈ വേൾഡിന്റെ? പിതാവ് പറഞ്ഞാൽ മതി കേട്ടോ, ഇന്ത്യയുടെ പറയണ്ട. ഞാൻ ചെറിയ ക്ലൂ തരാം. പറയാവോ? അറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ. ഈ അടുത്ത കാലത്ത് ഒരു ഹോളിവുഡ് സിനിമ ഇറങ്ങിയായിരുന്നു. ആ സിനിമയുടെ പേര് ഇദ്ദേഹത്തിന്റെ പേരും കൂടിയായിരുന്നു. ഞാൻ പറയുന്നേക്ക്.
അപ്പോൾ ആ സിനിമയ്ക്ക് ഒരു ഓസ്കാർ അവാർഡും കിട്ടിയായിരുന്നു. പക്ഷേ പടം ആ പേര് പറഞ്ഞു ഓപ്പൺഹൈമർ പടമല്ലേ? ആ പറയാ, പടം അതല്ലേ? പറഞ്ഞോ. ഓപ്പൺഹൈമർ അല്ലേ? ഓപ്പൺഹൈമർ അറിയത്തില്ല. എന്താ ചേട്ടാ പേരെന്തുവാ? പേരെന്തുവാ? അരുൺ. പേര് പറ. കാശി. സാം. ഫാദർ ഓഫ് ദ അറ്റോമിക് ബോംബ്, അതായത് അണുബോംബിൻ്റെ പിതാവ് ആരാണ് ഈ വേൾഡിൻ്റെ? ഞാൻ വേണ്ടി ക്ലൂ തരാം. ഓക്കെ. ഈ അടുത്ത കാലത്ത് ഒരു ഹോളിവുഡ് സിനിമ ഇറങ്ങിയായിരുന്നു. ആ സിനിമയുടെ പേര് ഇദ്ദേഹത്തിൻ്റെ പേരിലാണ്. ആ സിനിമയ്ക്ക് ഒരു ഓസ്കാർ അവാർഡ് കിട്ടിയായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സിനിമയും കൂടിയാണ്. ഏതെന്ന് പറയാമോ? നിങ്ങളൊക്കെ അത് കണ്ടിട്ടുമുണ്ട്. ഓർക്കുന്നില്ല? അറിയില്ല. പേരെന്തുവാ? അരുൺ. ചോറൊക്കെ പറയാം. സിന്ധു. ഓക്കെ. ഫാദർ ഓഫ് ദ അറ്റോമിക് ബോംബ്, അതായത് അണുബോംബിൻ്റെ പിതാവ് ആരാണ് ഈ വേൾഡിൻ്റെ? ഞാൻ വേണേൽ ക്ലൂ തരാം. ഈ അടുത്ത കാലത്ത് ഒരു ഹോളിവുഡ് സിനിമ ഇറങ്ങിയായിരുന്നു. ആ സിനിമയുടെ പേര് ഇദ്ദേഹത്തിൻ്റെ പേരും കൂടിയാണ്. ആ സിനിമയ്ക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയായിരുന്നു. പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയും കൂടിയാണ്. വമ്പൻ ഹിറ്റുമായിരുന്നു. അതൊരു ബോംബിനെ കുറിച്ചുള്ള സിനിമയും കൂടിയായിരുന്നു. വലിയ പവർഫുൾ സിനിമ. ഹിന്ദി സിനിമയാണോ? ഹോളിവുഡ്. അറിയത്തില്ല. ചേച്ചി പറയാമോ? അറിയില്ല. ചേട്ടാ പേരെന്തുവാ? എൻ്റെ ഒരു ശരത്ത്. ശരത്ത്. അഞ്ജന. ഇക്ക ഫാദർ ഓഫ് ദ അറ്റോമിക് ബോംബ്, അതായത് അണുബോംബിൻ്റെ പിതാവ് ആരാണ്? അതായത് ഈ വേൾഡിൻ്റെ, ഈ ലോകത്തിൻ്റെ പിതാവ് ആദ്യമായി നിർമ്മിച്ച. ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി കേട്ടോ. ആൽബർട്ട് ഐൻസ്റ്റീൻ. അറിയത്തില്ല. ആ പറ. അറിയത്തില്ല. എന്തൊക്കെ പേരെന്തുവാ? എൻ്റെ ഒരു മുഹമ്മദ് സാബിത്ത്. ഷഹാന. ഹുദ. ഫിദ. മഹാത്മാഗാന്ധിയുടെ ഫുൾ നെയിം എന്താണ്? ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി. ചോദിക്കുന്നവർ. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ആ പറ. ഫാദർ ഓഫ് ദ അറ്റോമിക് ബോംബ്, അതായത് അണുബോംബിൻ്റെ പിതാവ് ആരാണ്? ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി. ഞാൻ ക്ലൂ പറയണോ? ക്ലൂ വേണോ? അതായത് ഈ അടുത്ത കാലത്ത് ഒരു ഹോളിവുഡ് സിനിമ ഇറങ്ങിയായിരുന്നു. ആ ഹോളിവുഡ് സിനിമയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു പേരും കൂടിയായിരുന്നു. ആ സിനിമയ്ക്ക് ഓസ്കാർ അവാർഡും കിട്ടിയായിരുന്നു. പറയാമോ? ഓപ്പൺഹൈമർ. പറ. മിണ്ടല്ലേ പറ. ഓപ്പൺഹൈമർ. ചേട്ടാ പേരെന്തുവാ? പേര് അനന്തു. അഖിൽ. കാശി. ഫാദർ ഓഫ് ദ അറ്റോമിക് ബോംബ്, അതായത് അണുബോംബിൻ്റെ പിതാവ് ആരാണ്? ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി. പറയാമോ? അറിയത്തില്ല. ഏതാണ്? ബോച്ചെ. നമ്മുടെ ബോച്ചെ. അറിയത്തില്ല. എന്താ പേരെന്തുവാ? പേരെന്തുവാ? ഇപ്പൊ നോക്കിയതല്ലേ, കുഴപ്പമില്ല. ആ പേരൊന്ന് പറഞ്ഞോളൂ. ഇത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചോടെ? ഇത്രയും ചെക്ക് എങ്ങനെ ചെയ്ത്? പ്രണവ്. സൂര്യ.